നിങ്ങളുടെ കയ്യില് എല്ലാവരുടെ കയ്യിലും ഓരോ നോട്ട്ബുക്കും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു, പേനയും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? നീതു, നീതു, മായ, നീതു യെസ് സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ മായം എല്ലാവരുടെ കയ്യിലും നോട്ട്ബുക്കും ഉണ്ട്, ഒരു പേനയുണ്ട്, ഒപ്പം സ്കെയിലും പെൻസിലും ഉടനെ എടുത്ത് വെച്ചോളൂ. സ്കെയിലും പെൻസിലും നമുക്ക് ചില കള്ളികളൊക്കെ വരയ്ക്കാറുണ്ട്. സോ സ്കെയിലും പെൻസിലും എടുത്ത് വെച്ചോളൂ. പ്രതിഭ, സ്കെയിലും പെൻസിലായോ? ഫൈൻ, ഗുഡ് ഗുഡ്. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. നമ്മുടെ ടോപ്പിക്കിന്റെ പേര് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്നുള്ളതാണ്. ഞാനത് എടുക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്ക് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മഞ്ജിമ, സ്ക്രീൻ കാണുന്നില്ലേ? ജിൻഷ, കാണുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഫൈൻ. അപ്പോ ഞാനൊരു ഒരു പ്രോബ്ലം ആണ് നിങ്ങളുടെ മുമ്പിൽ ഇടാൻ പോകുന്നത്. there are 3 companies A, B and C. 3 കമ്പനികളുണ്ട്. പ്രൊഡക്ഷൻ നടത്തുന്ന 3 കമ്പനികളുണ്ട് നമുക്ക്. ആ 3 കമ്പനികളുടെ പേരാണ് A, B, C. അവരെന്താ സപ്ലൈ ചെയ്യുന്നത്? വീറ്റ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് അവര്. വ്യത്യസ്ത റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് വീറ്റ് സപ്ലൈ ചെയ്യുന്ന 3 കമ്പനികളാണ് A, B, C. അതില് എ എന്ന് പറയുന്ന കമ്പനിയുടെ കപ്പാസിറ്റി ആണ് 150 ടണ്ണ്. ബി എന്ന് പറയുന്ന കമ്പനിയുടെ കപ്പാസിറ്റി 175 ടണ്ണ്. സി എന്ന് പറയുന്ന കമ്പനിയുടെ കപ്പാസിറ്റി 275 ടണ്ണ്. അതായത് ഈ 3 കമ്പനികൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയാവുന്ന മാക്സിമം ടൺ ഓഫ് വീറ്റ് ആണ് 150, 175, 275. ഇതാണ് തുടക്കം. ഓക്കെ. സോ കമ്പനികളിൽ നിന്നും എ എന്ന് പറയുന്ന കമ്പനി 150 ടണ്ണ് പ്രൊഡ്യൂസ് ചെയ്ത് സപ്ലൈ ചെയ്യുന്നു. സപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ട് അവർക്ക്. ബി എന്ന് പറയുന്ന കമ്പനിക്ക് 175 ടണ്ണ് പ്രൊഡ്യൂസ് ചെയ്ത് സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സി എന്ന് പറയുന്ന കമ്പനിക്ക് 275 ടണ്ണ് സപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ട്. അവര് 3 ഡിഫറെന്റ് റീറ്റെയിൽ ഷോപ്പുകളിലേക്കാണ് അവര് സപ്ലൈ ചെയ്യേണ്ടത്. The company has 3 retail outlets X, Y and Z. അങ്ങനെ 3 റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലേക്കാണ് ഈ 3 കമ്പനികൾ അവരുടെ വീറ്റ് സപ്ലൈ ചെയ്യേണ്ടത്. അതിൽ വേറെ ഒരു കൺസ്ട്രെയിന്റും കൂടി ഉണ്ട്. എന്താണ്? റീറ്റെയിൽ എക്സിന് 200 ടണ്ണിന്റെ ഡിമാൻഡേ ഉള്ളൂ. The monthly demand for the wheat in retail shop X. എക്സിൽ ആകെ 200 ടണ്ണിന്റെ ഡിമാൻഡേ ഉള്ളൂ. വൈ എന്ന് പറയുന്ന റീറ്റെയിൽ ഷോപ്പിൽ 100 ടണ്ണിന്റെ ഡിമാൻഡേ ഉള്ളൂ. അവിടെ അത്രേ ആവശ്യമുള്ളൂ. റീറ്റെയിൽ ഷോപ്പ് സെഡിന് 300 ടണ്ണിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ 3 റീറ്റെയിൽ ഷോപ്പുകൾക്കും എത്രയാണ് ഡിമാൻഡ് അല്ലെങ്കിൽ എത്രയാണ് അവർക്ക് ആവശ്യം എന്നുള്ളതും കൂടെ തന്നിട്ടുണ്ട്. ഇവിടെ 2 കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓരോ കമ്പനികൾക്കും ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിനും എത്രയാണ് സപ്ലൈ ചെയ്യാൻ കഴിയുന്നത് എന്നും തന്നിട്ടുണ്ട്. ഓരോ റീറ്റെയിൽ ഷോപ്പുകൾക്കും എത്രയാണ് ഡിമാൻഡ്, എത്രയാണ് ആവശ്യം എന്നുള്ളതും തന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പാർവതി, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായി. ഓക്കെ, ഫൈൻ. സോ ഇനി അടുത്ത കഥ കേട്ടോളൂ കേട്ടോ. ദ കോസ്റ്റ് പെർ ടൺ ഫോർ ട്രാൻസ്പോർട്ടിംഗ് വീറ്റ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ് ടു ഡിഫറെന്റ് ഡെസ്റ്റിനേഷൻ ആർ ആസ് ഫോളോസ്. ഓരോ കമ്പനിയിൽ നിന്നും ഓരോ റീറ്റെയിൽ ഷോപ്പുകളിലേക്കും ഓരോ ടൺ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വരുന്ന കോസ്റ്റ് ആണ് ഈ ടേബിളിൽ തന്നിരിക്കുന്നത്. ഇതാണ് കോസ്റ്റ് മെട്രിക്സ് എന്നാണ് ഇതിനെ പറയുക. കോസ്റ്റ് മെട്രിക്സ്. ഓരോ കമ്പനികളിൽ നിന്നും ഓരോ റീറ്റെയിൽ ഷോപ്പുകളിലേക്കും നമുക്ക് ഒരു ടൺ വീറ്റ് അയക്കാൻ വേണ്ടി വരുന്ന ചെലവ്, കോസ്റ്റ്, കമ്പനി എയിൽ നിന്നും
റീറ്റെയിൽ എക്സിലേക്ക് നമുക്ക് 1 ടൺ അയക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ് 6 രൂപയാണ് ചെലവ്. ഓക്കെ, ആര്യ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ആര്യ, ഈ ടേബിൾ മനസ്സിലായോ? എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കമ്പനി ബിയിൽ നിന്നും റീറ്റെയിൽ സെഡിലേക്ക് 1 ടൺ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വരുന്ന ചെലവ് എത്രയാണ്? കമ്പനി ബിയിൽ നിന്നും റീറ്റെയിൽ സെഡിലേക്ക്, റീറ്റെയിൽ ഷോപ്പ് ആയിട്ടുള്ള സെഡിലേക്ക് എത്രയാ? 11. വെരി ഗുഡ്. സോ ഈ ടേബിൾ എന്താന്നുള്ളത് മനസ്സിലായി അല്ലെ? സോ കമ്പനി സിയിൽ നിന്നും ഓരോ റീറ്റെയിൽ ഷോപ്പുകളിലേക്കും ഓരോ ടൺ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വരുന്ന ചെലവ് തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് ഓരോ കമ്പനികളും എത്ര പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് തന്നിട്ടുണ്ട്. ഓരോ റീറ്റെയിൽ ഷോപ്പുകൾക്കും അവർക്ക് എത്രയാണ് വേണ്ടത് എന്നുള്ളത് തന്നിട്ടുണ്ട്. മാത്രമല്ല ഓരോ കമ്പനിയിൽ നിന്നും ഓരോ റീറ്റെയിൽ ഷോപ്പുകളിലേക്കും അയക്കുമ്പോൾ വരുന്ന കോസ്റ്റ് എത്രയാന്നുള്ളതും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്റെ ചോദ്യം ഇതാണ് അനിഷ. എന്റെ ചോദ്യം ഇതാണ് കേട്ടോ. ഇത്രയും ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലെ? മനസ്സിലായി. എന്റെ ചോദ്യം ഇതാണ്, കമ്പനി എയിൽ നിന്നും എത്ര ടണ്ണാണ് റീറ്റെയിൽ എക്സിലേക്ക് പോകേണ്ടത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. കമ്പനി എയിൽ നിന്നും റീറ്റെയിൽ എക്സിലേക്ക് എത്ര ടൺ വീറ്റ് അയക്കണം എന്നുള്ളതാണ് എന്റെ ചോദ്യം. 150 ടൺ ആണോ? നമുക്ക് ഉത്തരം ഫൈനൽ ആയിട്ട് പറയാം. അപ്പൊ 150 ടണ്ണ് അയക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റീറ്റെയിൽ എക്സിന് 200 ടണ്ണാണ് ആവശ്യം. കമ്പനി എക്ക് ആകെ 150 ടണ്ണേ അയക്കാനുള്ള കഴിവുള്ളൂ. സോ ആ 150ഉം റീറ്റെയിൽ എക്സിലേക്ക് പോകണം എന്നാണ് അനീഷ പറയുന്നത്. അനീഷേ, എന്താ സർ? കമ്പനി എ 150 ടൺ റീറ്റെയിൽ എക്സിലേക്ക് അയക്കണം എന്നാണ് പറയുന്നത് അല്ലെ? ഞാൻ 200 ടൺസ് വേണമല്ലോ. 200 ടൺസ് വേണം. റീറ്റെയിൽ എക്സിലേക്ക് കുറച്ചുകൂടെ കോസ്റ്റ് കുറവില് എത്തിക്കാൻ കഴിയുന്ന വേറെ കമ്പനി ഉണ്ടോ ഇവിടെ? റീറ്റെയിൽ എക്സിലേക്ക് കമ്പനി സി. കമ്പനി സി. അങ്ങനെയാണെങ്കിൽ കമ്പനി സി അല്ലേ കൂടുതൽ കൊടുക്കേണ്ടത് റീറ്റെയിൽ എക്സിലേക്ക്? അതെ. സി, ഞാനൊരു ഫൈനൽ സൊല്യൂഷൻ അല്ല ഞാനിപ്പോ പറയുന്നത്. ഞാനൊരു ജസ്റ്റ് ഒരു ലോജിക് ആണ് പറയുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, നമുക്ക് ഓരോ കമ്പനിയിൽ നിന്നും എത്ര ടണ്ണുകളാണ് ഓരോ റീറ്റെയിൽ ഷോപ്പുകളിലേക്കും അയക്കേണ്ടത് എന്ന് തീരുമാനിക്കണം. അവിടെ കൺസ്ട്രെയിന്റ് ഇതാണ്, അവിടെ ഉദ്ദേശം, നമ്മുടെ ഒബ്ജക്റ്റീവ് ഇതാണ്, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ കഴിയണം. എന്താണ്? ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ കഴിയണം. ആ രീതിയിൽ കമ്പനി എയിൽ നിന്നും എത്ര ടണ്ണാണ് കമ്പനി ബി റീറ്റെയിൽ എക്സിലേക്ക് പോകേണ്ടത്, എത്ര ടണ്ണാണ് റീറ്റെയിൽ വൈയിലേക്ക് പോകേണ്ടത്, എത്ര ടണ്ണാണ് റീറ്റെയിൽ സെഡിലേക്ക് പോകേണ്ടത്, അങ്ങനെ ഓരോ കമ്പനിയിൽ നിന്നും ഏതൊക്കെ റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് എത്ര ടണ്ണുകളാണ് എത്തിക്കേണ്ടത്. നമ്മുടെ ഒബ്ജക്റ്റീവ് ഇതാണ്, വി ഹാവ് ടു മിനിമൈസ് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ദിസ് ഈസ് ദ പ്രോബ്ലം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഓരോ കമ്പനികളിൽ നിന്നും, ഓരോ പ്രൊഡക്ഷൻ സെന്ററുകളിൽ നിന്നും, ഓരോ റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് അല്ലെങ്കിൽ സ്റ്റോറേജ് പ്ലേസിലേക്ക് എത്ര ടണ്ണുകളാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയിട്ട്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ കാണാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഒരു ആരതി, ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആണ്. സോ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്നുള്ളത് എഴുതിക്കോളൂ കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് എഴുതിക്കോളൂ. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഇസ് എ സ്പെഷ്യൽ ക്ലാസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം where the objective is to minimize the cost of transporting a product from a number of sources, അതായത് ഫാക്ടറീസ്, to a number of destinations, അതായത് വെയർഹൗസ് ആവാം അല്ലെങ്കിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആവാം. നമുക്ക് എന്താ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? while satisfying
both the supply limits and demand requirements. ഇത് എഴുതിയെടുത്തോളൂ. എഴുതിയെടുത്തോ? എഴുതിയോ? വൈഷ്ണജ എഴുതിയോ? ഇല്ല സാർ, എഴുതിക്കൊണ്ടിരിക്കുക. ശരി ശരി. സാർ കഴിഞ്ഞു. ഓക്കെ, എല്ലാവരുടെയും കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരുടെയും കഴിഞ്ഞില്ലേ? മഞ്ജിമ കഴിഞ്ഞോ? മായ, മഞ്ജിമ, നീതു, ജിൻഷ കഴിഞ്ഞോ? സാർ കഴിഞ്ഞു. ഓക്കെ ഫൈൻ. സോ നമുക്ക് രണ്ട് കൺസ്ട്രെയിൻസുകളാണുള്ളത്. നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്, മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. നമുക്ക് രണ്ട് കൺസ്ട്രെയിന്റ് ആണുള്ളത്. ഓരോ ഫാക്ടറിക്കും സപ്ലൈ ചെയ്യാവുന്നതിന് ഒരു ലിമിറ്റും ഉണ്ട്, ഓരോ ഔട്ട്ലെറ്റിനും ആവശ്യമുള്ള ഡിമാൻഡിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഈ രണ്ട് കൺസ്ട്രെയിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ എഴുതുക, സ്റ്റെപ്സ് ടു സോൾവ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. സ്റ്റെപ്സ് ടു സോൾവ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സ്റ്റെപ്സ് ടു സോൾവ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അത് ഒന്നാമത്തെ സ്റ്റെപ്പാണത്. എന്താണ്? പ്രിപ്പയർ എ ടേബിൾ ടു റൈറ്റ് ദ ഇനീഷ്യൽ feasible solution. ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ടേബിൾ, ഇതുമാതിരി ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ഇതുമാതിരി ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യണം. ഈ ടേബിളിനെ പറയുന്ന പേര് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ടേബിൾ എന്നാണ്. ഇതിലാണ് നമ്മൾ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ എഴുതാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യണം. എല്ലാവരും പെൻസിലും പേനയും ഉണ്ട് കയ്യിൽ. ഇതേമാതിരത്തെ ഒരു ടേബിൾ വേഗം ഒന്ന് വരച്ചോളൂ. വരച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് വരച്ചു എന്ന് പറയണേ, 2-3 പേര്. രേഷ്മ വരയ്ക്കണ്ടോ? സാർ വരയ്ക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ.
ഇവിടെ കമ്പനീസ് എ ബി സി റീറ്റെയിൽ ഔട്ട്ലെറ്റ് എക്സ് വൈ സെഡ്. ഇവിടെ സപ്ലൈ എന്ന് എഴുതുന്നു, ഇവിടെ ഡിമാൻഡ് എന്ന് എഴുതുന്നു. കഴിഞ്ഞു. ഓക്കെ, ബാക്കിയുള്ളവരുടെയും കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമ്മൾ ഈ ടേബിളിൽ വരയ്ക്കേണ്ട ഒരു സംഗതി, എഴുതേണ്ട ഒരു സംഗതി, ഓരോ കോർണറിലും ഓരോ സെല്ലിലെയും കോർണറിലും അതാത് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ് എഴുതണം. ഇപ്പൊ എ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും എക്സ് എന്ന് പറയുന്ന റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന ചെലവ് 6 ആണ്. എ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും വൈയിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന ചെലവ് 8, എ എന്ന് സെഡിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന ചെലവ് 10. അങ്ങനെ ബി എന്ന് എക്സിലേക്ക്, ബി എന്ന് വൈയിലേക്ക്, ബി എന്ന് സെഡിലേക്ക്, സി എന്ന് എക്സിലേക്ക്, സി എന്ന് വൈയിലേക്ക്, സി എന്ന് സെഡിലേക്ക്. ഇതും കൂടെ എഴുതി വെക്കണം. അത് കണക്കിൽ തന്നിട്ടുണ്ടാവും. ഓരോ കമ്പനിയിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ് എത്രയാന്നുള്ളത് തന്നിട്ടുണ്ടാവും. എഴുതി കഴിഞ്ഞോ? ഗ്രീഷ്മ, ഗ്രീഷ്മ, സുമേഷേ എഴുതി. ഓക്കെ ഫൈൻ, ഓക്കെ ഫൈൻ. ഇനി അടുത്തത് ഒരു കാര്യം കൂടെ നമ്മൾ ഇവിടെ എഴുതണം. സപ്ലൈ എന്ന് പറയുന്ന ഭാഗത്ത് എ എന്ന് പറയുന്ന കമ്പനിക്ക് മാക്സിമം സപ്ലൈ ചെയ്യാൻ കഴിയുന്ന ടണ്ണുകൾക്ക് ഒരു കൺസ്ട്രെയിൻ ഉണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. അത് എഴുതണം. 150 ആണ് എക്ക് സപ്ലൈ ചെയ്യാൻ കഴിയാവുന്ന മാക്സിമം ടൺ. ബിക്ക് സപ്ലൈ ചെയ്യാൻ കഴിയാവുന്നത് 175 ആണ്. സിക്ക് സപ്ലൈ ചെയ്യാൻ കഴിയാവുന്നത് 275 ആണ്. സോ സിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യാനുള്ള കഴിവ്. സി സപ്ലൈ ചെയ്യുമ്പോൾ ഈ 275 എത്ര എക്സിലേക്ക് കൊടുക്കണം, എത്ര വൈയിലേക്ക് കൊടുക്കണം, എത്ര സെഡിലേക്ക് കൊടുക്കണം. ബിയുടെ 175 എന്ന് പറയുന്ന ടോട്ടൽ സപ്ലൈ, അതിൽ എക്സിന് എത്ര കൊടുക്കണം, വൈക്ക് എത്ര കൊടുക്കണം, സെഡിന് എത്ര കൊടുക്കണം. എയുടെ 150 എന്ന് പറയുന്ന ടോട്ടൽ സപ്ലൈയില് അതിൽ എക്സിന് എത്ര കൊടുക്കണം, വൈന് എത്ര കൊടുക്കണം, സെഡിന് എത്ര കൊടുക്കണം. ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സപ്ലൈ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വീണ്ടും ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഓരോ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്കും ആവശ്യമുള്ള ഡിമാൻഡിനും ഒരു ലിമിറ്റ് ഉണ്ട്. അവർക്ക് ഇഷ്ടം പോലെ ഒന്നും ആവശ്യമില്ല. എക്സിന് ആവശ്യമുള്ളത് 200 ടണ്ണാ, അതിൽ കൂടുതൽ ആവശ്യം എക്സിന് ഇല്ല. വൈക്ക് ആവശ്യം 100 ടണ്ണ്, സെഡിന് ആവശ്യം 300 ടണ്ണ്, അങ്ങനെ മൊത്തം 600 ടണ്ണ്. 600 ടണ്ണ് സപ്ലൈ ഉണ്ട്, 600 ടണ്ണ് ഡിമാൻഡ് ഉണ്ട്. ഇത് ഓരോ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിനും എത്രയാണ് ഡിമാൻഡ് എന്നുള്ളത് തന്നിട്ടുണ്ട്. വൈ എന്ന് പറയുന്ന ഔട്ട്ലെറ്റിലേക്ക് 100-ൽ കൂടുതൽ അയക്കാൻ പാടില്ല, കാരണം അവർക്ക് ആകെ ആവശ്യം 100 ഉള്ളൂ. സോ ഇത്രയും എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ എഴുതാനുള്ള തയ്യാറെടുപ്പായി എന്നാണ് എൻ്റെ അർത്ഥം. തയ്യാറെടുപ്പായി. ഓക്കെ, നമ്മളപ്പോ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കാണാൻ പോവാണ്. നിങ്ങളുടെ നോട്ടിൽ അടുത്തതായിട്ട് എഴുതിക്കോളൂ, മെത്തേഡ്സ് ടു ഫൈൻഡ് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. മെത്തേഡ്സ് ടു ഫൈൻഡ് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്താൻ 3 മെത്തേഡുകളാണുള്ളത്. 3 മെത്തേഡുകൾ. സോ നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണ്? മെത്തേഡ്സ് ടു ഫൈൻഡ് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്താനുള്ള മെത്തേഡ്സ്. മെത്തേഡ്സ് ടു ഫൈൻഡ് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. 3 മെത്തേഡുകളാണുള്ളത്. അതിലൊന്ന് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്, NWC മെത്തേഡ്. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്, അങ്ങനെ തന്നെ എഴുതിക്കോളൂ കേട്ടോ. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. നോർത്ത് മുകളിലെ, വെസ്റ്റ് ഈ ഭാഗത്തെയാണ് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഭാഗത്തെയാണ് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്. സോ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്.
അത് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ മിനിമം കോസ്റ്റ് മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. വോഗൽ അപ്രോക്സിമേഷൻ മെത്തേഡ്. വോഗൽസ് അപ്രോക്സിമേഷൻസ് മെത്തേഡ്. അങ്ങനെ 3 മെത്തേഡുകളാണ് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്താനുള്ള മെത്തേഡ്. ഞാൻ ഒന്ന് അടിവരയിട്ട് പറയട്ടെ, ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫൈനൽ സൊല്യൂഷൻ അല്ല, ജസ്റ്റ് ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇനീഷ്യൽ സൊല്യൂഷൻ ആണ്. അതിനേക്കാൾ ബെറ്റർ സൊല്യൂഷൻ പിന്നീട് ഉണ്ടാവും. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലെ സിംപ്ലക്സ് മെത്തേഡിൽ കണ്ടതാണ്. ആദ്യത്തെ ടേബിളിലല്ലല്ലോ ഫൈനൽ സൊല്യൂഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചിലപ്പോൾ 2ഉം 3ഉം ടേബിളൊക്കെ വരയ്ക്കേണ്ടി വരും ഭാഗ്യമുണ്ടെങ്കിൽ. സോ നമ്മളിവിടെ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ആണ് കണ്ടെത്താൻ പോകുന്നത്. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള 3 മെത്തേഡുകളാണ്. അതിന് നിങ്ങൾ അടിയിൽ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എന്നുള്ളത് എഴുതിക്കോളൂ. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എന്നുള്ളത് അടിവരയിടുക. അതാണ് ഇപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്താൻ പോണേ എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. ശരത് ചന്ദ്രൻ എന്ന് പറയുന്നത് ആരാണ്? സർ ശില്പയാണ്. ശില്പ. ശില്പ നീ എന്നെ സഹായിക്കണം കേട്ടോ. ശില്പ ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. ഇങ്ങനെ ഒരു ടേബിൾ വരച്ചിട്ടില്ലേ? സർ നെറ്റ് ഇപ്പൊ എപ്പോഴാ കഴിയുന്നറിയില്ല. ആണോ? എന്നാ ഞാൻ വേറെ ആളെ വിളിക്കാം. നീ നെറ്റ് കഴിഞ്ഞാൽ പേടിക്കണ്ട, ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇടുമ്പോ നീ നോക്കണം കേട്ടോ. ഓക്കെ. നീതു. കേൾക്കാം സർ. നീതു ഇങ്ങനെ ഒരു ടേബിൾ വരച്ചിട്ടുണ്ടല്ലോ അല്ലെ? സോ ഈ ടേബിൾ ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. എ എന്ന് പറയുന്ന കമ്പനിക്ക് സപ്ലൈ ചെയ്യാവുന്ന ടൺ എത്രയാണ്? 100 ആണോ? എ എന്ന് പറയുന്ന കമ്പനിക്ക് സപ്ലൈ ചെയ്യാൻ കഴിയാവുന്ന ടണ്ണ് 150. ബിക്കോ 175. സി എന്ന് പറയുന്ന കമ്പനിക്ക് മാക്സിമം എത്ര സപ്ലൈ ചെയ്യാം? 275. അതേപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന റീറ്റെയിൽ ഔട്ട്ലെറ്റിന് എത്രയാണ് വേണ്ടത്? 200. വൈ എന്ന് പറയുന്ന റീറ്റെയിൽ ഔട്ട്ലെറ്റിന് 100. സെറ്റ് എന്ന് പറയുന്ന റീറ്റെയിൽ ഔട്ട്ലെറ്റിന് 300. ഓക്കെ. നമ്മുടെ ചോദ്യം എ എന്ന് പറയുന്ന കമ്പനി ഏതൊക്കെ റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്കാണ് അയക്കേണ്ടത്, എത്ര ടണ്ണാണ് അയക്കേണ്ടത്, ഇതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ആണ്. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ബൈ ഫോളോയിങ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. അപ്പൊ നമ്മൾ ആദ്യം ഏത് സെല്ലിലേക്കാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ സുഡോക്ക് കളിക്കുന്ന മാതിരി ആലോചിച്ചാൽ മതി. ഇതിനെ വളരെ രസകരമായ ഒരു കളിയായിട്ട് കണ്ടാൽ മതി. ഇതിനെ നമ്മൾ ആദ്യം നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ആദ്യം അലോക്കേറ്റ് ചെയ്യുക. നീതു എന്റെ കൂടെ നിൽക്കണേ. നീതു നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലെ ഏറ്റവും ഇടത്തെ ഭാഗത്തെ സെല്ല്, അത് ഇതാണ് നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെയാണ് നമ്മൾ ആദ്യം അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സെല്ലിലേക്ക്. ഈ സെല്ല് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന കമ്പനി എക്സിലേക്ക് എത്ര അയക്കണം എന്നുള്ളതാണ് ചോദ്യം. എ എന്ന് പറയുന്ന കമ്പനി എക്സിലേക്ക് മാക്സിമം കൊടുത്തോളൂ. എ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാതും നമ്മൾ എക്സിലേക്കാണ് അയക്കുന്നത്. 150 അവിടെ നമ്മൾ അയക്കുന്നു. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷനാണ് കണ്ടെത്തുന്നത്. ദിസ് ഇസ് നോട്ട് ദ ഒപ്റ്റിമം സൊല്യൂഷൻ. നമ്മൾ ജസ്റ്റ് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നു എന്ന് മാത്രം. എ എന്ന് പറയുന്ന കമ്പനി എക്സിലേക്ക്, നേരത്തെ അനീഷ എന്നോട് പറഞ്ഞു 150 അയക്കാം എന്നുള്ളത്. ദാറ്റ് ഈസ് ഓൺലി എൻ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. നമ്മൾ എ എന്ന് പറയുന്ന കമ്പനി എക്സിലേക്ക് 150 ടണ്ണ് അയച്ചു. ഏത് സെല്ലിലേക്കാണ് ആദ്യം വരേണ്ടതെന്നുള്ളത് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് പ്രകാരം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏറ്റവും മുകളിലത്തെ ഏറ്റവും ഇടത്തെ ഭാഗത്തെ സെല്ലിലേക്ക് ആദ്യം അലോക്കേറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ നമ്മൾ ഇവിടേക്ക് അലോക്കേറ്റ് ചെയ്തു 150.
ഇനി നീതു ആ സർ. എക്ക് ഇനി വൈയിലേക്ക് അയക്കാൻ പറ്റുമോ? എ എന്ന് പറയുന്ന കമ്പനിക്ക് ഇനി ഇല്ല. വൈ എന്ന് പറയുന്ന ഔട്ട്ലെറ്റിലേക്ക് അയക്കാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? 150 അലോക്കേറ്റ് ചെയ്തില്ലേ ഫുള്ള്? ദാറ്റ്സ് ഇറ്റ്, ഗുഡ്. 150 എക്സിന് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഈ 2 സെല്ലിലേക്ക് ഇനി നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അത് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി എക്ക് വൈയിലേക്കും പോകാൻ പറ്റില്ല, സെഡിലേക്കും പോകാൻ പറ്റില്ല. രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. സോ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. എ എന്ന് പറയുന്ന കമ്പനി എക്സ് എന്ന് പറയുന്ന ഔട്ട്ലെറ്റിലേക്ക് 150 ടൺ. അപ്പൊ ഈ കോളത്തില് 150 എന്ന് മാത്രം എഴുതുക. എന്നിട്ട് ഈ 2 കോളം വെട്ടുക. പെൻസിലോണ്ട് കേട്ടോ, പെൻസിലോണ്ടാണ്. ഇതെല്ലാം പെൻസിലോണ്ട് ചെയ്താൽ മതി. നീതു താങ്ക് യു. ആര്യ ചെയ്തോ? ഇത്ര ചെയ്തോ? ഇനി ബാക്കിയുള്ള സെല്ലുകളില് നോർത്ത് വെസ്റ്റ് കോർണർ സെല്ല് ഏതാണ്? നോർത്ത് വെസ്റ്റ് കോർണർ സെല്ല് അലോക്കേറ്റ് ചെയ്യാത്ത നോർത്ത് വെസ്റ്റ് കോർണർ സെല്ല് ഏതാണ്? 7 ദാറ്റ്സ് ഇറ്റ്. അതായത് ബി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് എക്സിലേക്ക് അല്ലെ? ബി എന്ന് പറയുന്ന ഇതല്ലേ? ഓക്കെ, അവിടേക്ക് എത്ര അയക്കണം എനിക്ക് പറഞ്ഞു തരൂ. അവിടെയാണ് ഇനി അടുത്ത എൻട്രി വരേണ്ടത്. നോർത്ത് വെസ്റ്റ് കോർണർ എത്രയാ? 50. ദാറ്റ്സ് ഇറ്റ്, ഗുഡ്. 50. ബി എന്ന് പറയുന്ന കമ്പനിക്ക് 175 ടണ്ണ് സപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ട് കേട്ടോ. പക്ഷെ 175 ടണ്ണ് ഇവിടേക്ക് കൊടുക്കരുത്. കാരണം ഇനി അവർക്ക് ഈ 50 ടണ്ണും കൂടെ അല്ലേ ആവശ്യമുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. സോ ഇവിടെ ഞാൻ 50 എന്ന് എഴുതിട്ടോ. നിങ്ങളും 50 എന്ന് എഴുതിക്കോളൂ. 50. ഇനി എക്സ് എന്ന് പറയുന്ന റീറ്റെയിൽ ഔട്ട്ലെറ്റിന് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആര്യ? വേണ്ട. അപ്പൊ ഏത് സെല്ലാ ഞാൻ ക്യാൻസൽ ചെയ്ത് കളയേണ്ടത് പറയൂ. ഏതാ? 4 ദാറ്റ്സ് ഇറ്റ്, ഗുഡ്. ഇത് ഇനി എനിക്ക് ആവശ്യമില്ല. കാരണം ഇവിടേക്ക് ഇനി വരണ്ട. എക്സിന് ഇനി കൊടുക്കണ്ട. എക്സിന് ആവശ്യമുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞു. എക്സിന് ആകെ ആവശ്യം 200 ആണ്. അത് 150 എ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും കിട്ടി, 50 ബി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും കിട്ടി. ഓക്കെ, ഗുഡ്, ഫൈൻ. സുമേഷേ സുമേഷേ ഇതുവരെ ചെയ്തോ? ചെയ്തു. ഇപ്പൊ നിലവിൽ ഏതാണ് നോർത്ത് വെസ്റ്റ് കോർണർ? 11. അതായത് ബിയിൽ നിന്നും എവിടേക്ക്? വൈയിലേക്ക്. ഓക്കെ, ഫൈൻ. അവിടെ ഞാൻ എത്ര കൊടുക്കണം പറയൂ. അവർക്ക് 100 വേണ്ടത്. 100 ആണ് വേണ്ടത് അല്ലെ? അവർക്ക് വൈക്ക് 100 വേണ്ടു. 125 കൊടുക്കാനുള്ള കഴിവ് ഇനി ബിക്ക് ഉണ്ട് കേട്ടോ. 125 വരെ കൊടുക്കാനുള്ള കഴിവ് ബിക്ക് ഉണ്ട്. പക്ഷെ അത് ആവശ്യമില്ല. വൈക്ക് 100 വേണ്ടു. ദാറ്റ്സ് ഇറ്റ്, ഗുഡ്. സോ 100 ഇവിടെ എഴുതി ഞാൻ. അപ്പൊ ഇനി ഏതൊക്കെയാ ഞാൻ ക്യാൻസൽ ചെയ്യേണ്ടത് പറയൂ സുമേഷേ. 11 മറ്റേ സെഡത്തെ ഏതാ? സെഡിലത്തെ ഞാൻ ക്യാൻസൽ ചെയ്യണോ? ഇനി ബിക്ക് ഇനിയും അയക്കാൻ ബാക്കിയുണ്ട്. ബി 50 എണ്ണം എക്സിലേക്ക് അയച്ചു. ബി 100 എണ്ണം വൈയിലേക്കും അയച്ചു. ഇനി ഒരു 25 കൂടെ അയക്കാനുണ്ട്. 150 ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വൈ എന്ന് പറയുന്ന ഔട്ട്ലെറ്റിന് ആകെ എത്ര ആവശ്യം? 100. അപ്പൊ അത് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്? ബിന്ന്. അപ്പൊ ഇനി സിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടോ അവർക്ക്? ഇല്ല. അപ്പൊ ഇതാണ് ഞാൻ ക്യാൻസൽ ചെയ്തത് അല്ലേ? നോക്ക്, ഈ ടോട്ടൽ അല്ലേ 100 ആയത്. ഏത് ടോട്ടൽ ആണോ കംപ്ലീറ്റ് ആയത് അതാണ് ഞാൻ ക്യാൻസൽ ചെയ്ത് കളയേണ്ടത്. ക്ലിയർ ആയോ സുമേഷിനെ? ക്ലിയർ ആയി. ഓക്കെ, ഫൈൻ. ഇനി അഞ്ജലി. സർ. അഞ്ജലി, ഇനി ഏതാ നോർത്ത് വെസ്റ്റ് കോർണർ?
11 എഴുതിയിട്ടുള്ളത്. ഏതാ എഴുതിക്കണേ? ബിയില് സെഡ്. ആ, ബിയിൽ സെറ്റ് 11 എഴുതിയിരിക്കുന്നത്. ബിയിൽ സെറ്റ്. ഓക്കെ, ബിയിൽ നിന്നും സെറ്റിലേക്ക് ഇനി എത്ര ഞാൻ അയക്കണം? 25. 25 അയക്കാൻ പറ്റുള്ളൂ അല്ലെ? അതല്ലേ. അത്രേ ഉള്ളൂ. ബിക്ക് അത്രേ കൊടുക്കാൻ കഴിയുള്ളൂ. ശരിക്കും സെറ്റിന് 300 ആവശ്യമുണ്ട്. സെറ്റിന് 300 ആവശ്യമുണ്ട്. പക്ഷെ ബിക്ക് 300 കൊടുക്കാൻ കയ്യിലില്ല. ഇനി 25 കൂടെ കൊടുക്കാൻ കയ്യിലുള്ളൂ. സോ 25 എന്ന് ഞാൻ ഇവിടെ എഴുതി. ഇനി ഒരു സെല്ലും കൂടെ ബാക്കിയുള്ളൂ. അതും കൂടെ അഞ്ജലി എനിക്ക് ഫില്ല് ചെയ്ത് തരൂ. ഇനി ഇവിടേക്ക് ഞാൻ എത്രയാ മൊത്തം കൊടുക്കണം. ആ, സി മൊത്തം സെറ്റിലേക്ക് കൊടുക്കാം. എത്രയാ അത്? 275. ദാറ്റ്സ് ഇറ്റ്. ഗുഡ്, വെരി ഗുഡ്. ഇനി നിങ്ങൾ നോക്കൂ, എല്ലാ റോ കൺസ്ട്രെയിൻസും എല്ലാ കോളം കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ നോക്കൂ കേട്ടോ. അതായത് എയുടെ ടോട്ടൽ 150 തന്നെയല്ലേ വരണേന്നുള്ളത് നോക്കുക. ബിയുടെ ടോട്ടൽ 175 അല്ലേ വരണേന്ന് നോക്കുക. സിയുടെ ടോട്ടൽ 275 അല്ലേ വരണേന്ന് നോക്കുക. അതുപോലെ തന്നെ എക്സിന്റെ ടോട്ടൽ 200, വൈന്റെ ടോട്ടൽ 100, സെഡിന്റെ ടോട്ടൽ 300. അത് തന്നെയാണോ വരണേന്നുള്ളത് നോക്കണം. അങ്ങനെയാണെങ്കിൽ സപ്ലൈ കൺസ്ട്രെയിൻസും ഡിമാൻഡ് കൺസ്ട്രെയിൻസും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു എന്നർത്ഥം ഈ സൊല്യൂഷൻ. അത് തന്നെയല്ലേ വരണത്? അജിത്തെ അതെ സർ. അതെ. ഇനി നിങ്ങൾ എല്ലാവരും എനിക്ക് എത്രയും പെട്ടെന്ന് ടോട്ടൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷന്റെ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എനിക്ക് കണ്ടെത്തി തരൂ. ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതായത് എ എക്സിലേക്ക് 150 ടണ്ണാണ് അയക്കുന്നത്. എ എക്സിലേക്ക് 150 ടണ്ണാണ് അയക്കുന്നത്. 6 രൂപയാണ്. 6 രൂപയാണ് ഒരു ടൺ അയക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ്. അപ്പൊ 150 × 6, അതുപോലെ തന്നെ 50 × 7, 100 × 11, 25 × 11, 275 × 12. അങ്ങനെ ചെയ്തിട്ട് ടോട്ടൽ ചെയ്തിട്ട് എനിക്ക് വേഗം പറഞ്ഞു തരൂ. എത്രയാ കിട്ടിയത്? 5925 ആണോ സർ? 5925 അല്ലേ? എല്ലാവർക്കും അത് കിട്ടിയോ? 5925 കിട്ടിയോ? അമൃത കിട്ടിയോ? കിട്ടി. ഓക്കെ, ഫൈൻ. അക്ഷയക്ക് കിട്ടിയോ? അക്ഷയ കിട്ടി. ഓക്കെ, ഫൈൻ. പാർവതി കിട്ടി സാർ. കിട്ടി. ഓക്കെ, ഫൈൻ. സുമേഷ്, വൈഷ്ണജ കിട്ടി. സോ ഇതൊരു സൊല്യൂഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ദിസ് ഇസ് നോട്ട് ദ ഒപ്റ്റിമം സൊല്യൂഷൻ. നമ്മുടെ കോസ്റ്റ് വരുന്നത് 5925 ആണ്. അതിനേക്കാൾ കോസ്റ്റ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുണ്ടോ? പക്ഷെ ഇവിടെ നമ്മൾ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. അത് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുള്ളത്. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. ഓക്കെ, ഈ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് പ്രകാരം നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, നോർത്ത് വെസ്റ്റ് കോർണർ സെല്ലിലേക്ക് ആയിരിക്കും ഏറ്റവും ആദ്യം നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ക്യാൻസൽ ചെയ്യേണ്ട ചില സെല്ലുകൾ നമ്മൾ ക്യാൻസൽ ചെയ്യണം. ശേഷിച്ചു വരുന്ന നോർത്ത് വെസ്റ്റ് കോർണറിലേക്ക് നമ്മൾ രണ്ടാമത് അലോക്കേറ്റ് ചെയ്യുന്നു. ക്യാൻസൽ ചെയ്യേണ്ടത് ക്യാൻസൽ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പില് നോർത്ത് വെസ്റ്റ് കോർണർ, അങ്ങനെ ഓരോ സ്റ്റെപ്പിലും നോർത്ത് വെസ്റ്റ് കോർണർ സെല്ലിലേക്ക് അലോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവസാനം സുഡോക്കോ പോലെ റോ കൺസ്ട്രെയിന്റും കോളം കൺസ്ട്രെയിന്റും ഈക്വൽ ആയിട്ട് വരും ചെയ്യും. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ജിൻഷ, മനസ്സിലായില്ലേ? സർ മനസ്സിലായി. ഓക്കെ, ഫൈൻ. സോ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തത് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. നിങ്ങൾ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ബൈ യൂസിങ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ വിത്ത് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ഇനീഷ്യൽ ഫീസിബിൾ, ഈ ടേബിൾ ഒന്നുകൂടെ ഒന്ന് വരയ്ക്കൂ കേട്ടോ. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ എങ്ങനെയാണ് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അഗൈൻ നമ്മൾ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ തന്നെയാണ് കണ്ടെത്താൻ പോകുന്നത്. ദാറ്റ്സ് നോട്ട് എ ഫൈനൽ സൊല്യൂഷൻ. പക്ഷെ മെത്തേഡ് മാറ്റുകയാണ്. നമ്മൾ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്.
ഈ ടേബിൾ വേഗം ഒന്ന് വരയ്ക്കും. ഐശ്വര്യ സാർ വരച്ചോ? വരച്ചു. വരച്ചു. ഇനി നമ്മൾ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ തന്നെയാണ് കണ്ടെത്താൻ പോകുന്നത്. ഐശ്വര്യ എന്നെ സഹായിക്കണം. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് പ്രകാരമാണ്. ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കോസ്റ്റ് കുറവുള്ള സെല്ല് ഏതാണോ അതിലേക്കാണ് ആദ്യം അലോക്കേഷൻ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ സെല്ല് ഏതാണോ അതിലേക്ക് ആദ്യം അലോക്കേറ്റ് ചെയ്യണം. ഐശ്വര്യ പറഞ്ഞുതരൂ, ഏറ്റവും കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള സെല്ല് ഏതാണ്? ആണോ? എ എവിടേക്ക്? എക്സിലേക്ക്. അതെത്രയാ കോസ്റ്റ്? 6. അതിനേക്കാൾ കോസ്റ്റ് കുറവുള്ളതുണ്ടല്ലോ. C4. സിന്ന് എക്സിലേക്ക്. ഓക്കെ ഫൈൻ. എത്രയാ കോസ്റ്റ്? 4. അതാണ് ഏറ്റവും കുറവുള്ളത് കേട്ടോ. സോ നമുക്ക് അത് അപ്പൊ സിന്ന് എക്സിലേക്കാണ് നമ്മൾ ആദ്യം കൊടുക്കാൻ പോകുന്നത്. എത്ര കൊടുക്കണം പറയൂ? സിയുടെ കപ്പാസിറ്റി 275 ആണ്. 275 ആണ്. സിന്ന് എക്സിലേക്ക് എത്ര അയക്കണം പറയൂ? 200 അയക്കേണ്ട കാര്യമുള്ളൂ, കാരണം എക്സിന് അത്രേ ആവശ്യമുള്ളൂ. സോ ഇവിടെ ഞാൻ 200 എന്ന് എഴുതി കഴിഞ്ഞു. ഞാൻ ഏതൊക്കെയാണ് ഇനി ക്യാൻസൽ ചെയ്യേണ്ടത്? എക്സ് മൊത്തം ക്യാൻസൽ ചെയ്യാം അല്ലേ? ഇനി എക്സിലേക്ക് ആവശ്യമില്ലല്ലോ. സോ ഇതും ഞാൻ ക്യാൻസൽ ചെയ്തു, ഇതും ഞാൻ ക്യാൻസൽ ചെയ്തു. കാരണം ഈ 200 എത്തിക്കഴിഞ്ഞു നമ്മള്. ഈ കോളം മൊത്തം എനിക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്തത് ആരാ എന്നെ സഹായിക്കുക? വൈഷ്ണജ. ഇത് ചെയ്തോ നീ? ഇത് ചെയ്തു സർ. 200 അല്ലേ? 200 എഴുതി. ഇനി ഏറ്റവും ചെറിയ സെൽ ഏതാണ്? ഏറ്റവും കോസ്റ്റ് ചെറുത്, ലീസ്റ്റ് കോസ്റ്റ് ഏതാണ്? നെക്സ്റ്റ് വൈന്റെ അല്ലേ? ഏതാ? വൈ ഔട്ട്ലെറ്റിലല്ലേ? എവിടെന്ന് എവിടേക്ക്? അതില് സി എന്നുള്ള കമ്പനിന്ന് ഏറ്റവും ലോ ആയിട്ടുള്ളത് 5 rupees ഉള്ളത്. അപ്പൊ അതിൽ നിന്ന് 75 ഇനി ബാക്കിയുള്ളൂ. അപ്പൊ ഓക്കെ, വെരി ഗുഡ്. 75 എഴുതിക്കൂടെ അവിടെ? 75 എഴുതാം. യെസ്, വെരി ഗുഡ്. അപ്പൊ ഏതാ ക്യാൻസൽ ചെയ്യണേ? ഞാൻ ബാക്കി 25 കൂടി വേണ്ടേ അത് 100 ആവണമെങ്കിൽ? അത് നമുക്ക് അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ 75 എഴുതിയില്ലേ? എഴുതി. ഇനി ഞാൻ ഏതാ ക്യാൻസൽ ചെയ്യേണ്ടത് പറയൂ? ഏത് ബി എന്നുള്ളതിന്റെ വൈ സെല്ല് ക്യാൻസൽ ചെയ്തൂടെ? ബി എന്നുള്ള വൈ സെല്ല് ക്യാൻസൽ ചെയ്തൂടെ? വൈയിലേക്ക് ക്യാൻസൽ ചെയ്യണോ? അത് ക്യാൻസൽ ചെയ്യാം, കാരണം ഈ കോളം ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, കാരണം 100 അല്ലേ, അത് ആയിട്ടില്ലല്ലോ. 75 അല്ലേ ആയിട്ടില്ല. ഇനി 25 കൂടി വേണ്ടേ? അപ്പൊ ഇവിടെ ഒന്നും എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇത് 275 അല്ലേ? സിക്ക് ഇനി സപ്ലൈ ചെയ്യാൻ കഴിയോ? ഇല്ല, പറ്റില്ല. അപ്പൊ സിയുടെ ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ 275 ആണ്. അതില് 200 എക്സിലേക്ക് 12 സെറ്റിലേക്ക് പോകാൻ പറ്റുമോ? സെറ്റിലേക്ക് ഇല്ല, പറ്റില്ല. അപ്പൊ അതാണ് ഇനി ഞാൻ ക്യാൻസൽ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ ഫൈൻ. ഇനി എന്നെ ആരാണ് സഹായിക്കുക? പാർവതി. സാർ. ഇത്രയും ചെയ്തോ? ഇനി ബാക്കിയുള്ള സെല്ലുകളിലെ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ഏതാണ്?
8 വൈയിലത്തെ ആ എന്ന് വൈയിലേക്ക് ട്ടാ. എ എന്ന് പറയുന്ന കമ്പനിന്ന് വൈയിലേക്ക് എത്ര ഞാൻ അയക്കണം? 25. 25. ഓക്കെ, ഗുഡ്. 25 ഞാൻ അയച്ചു. അപ്പൊ ഞാൻ ഏതാ ക്യാൻസൽ ചെയ്യേണ്ടത്? 11. ആ ഇത് ക്യാൻസൽ ചെയ്യണം, കാരണം കോളം 100 എത്തിക്കഴിഞ്ഞല്ലോ. ആ 100 ഇനി ഉം. വൈക്ക് ആവശ്യമില്ല. വൈയുടെ ആ. ആവശ്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. 100 കഴിഞ്ഞു. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. ഇനി ആരാണ് എന്നെ അക്ഷയ? യെസ് സാർ. ഇനി ഏതാ ഏറ്റവും ചെറിയ ലീസ്റ്റ് കോസ്റ്റ്? 10. അവിടേക്ക് ഞാൻ എത്ര അയക്കണം? 125. 125. യെസ്, ഓക്കെ. ഇനി ഒരു സെല്ലും കൂടെ ബാക്കിയുള്ളൂ. അത് നീ തന്നെ ഫില്ല് ചെയ്തോളൂ. ബി എന്ന് സെറ്റിലേക്ക്. സെറ്റിന്റെ ആവശ്യം മുഴുവൻ തീർന്നിട്ടില്ല കേട്ടോ. 300 ആവശ്യമുണ്ട് അവർക്ക്. 125 എത്തിയിട്ടുള്ളൂ. ഇനി എത്രയും കൂടെ എത്താണ്ട്? അക്ഷയ സാർ ഒരു മിനിറ്റ്. 175. എത്രയാ? 300 ഡിമാൻഡ്. 300 ഡിമാൻഡ്. ആയാലും 125 കിട്ടിക്കഴിഞ്ഞു. ഇനി 175 കൂടി വേണം. അത് എവിടെ നിന്ന് കിട്ടും? അത് ആ മുകളത്ത് 125 ഇല്ലേ, ബി എന്ന കമ്പനിയുടെ സപ്ലൈ. ബി എന്ന് കിട്ടും അല്ലേ? ഈ 11 കോസ്റ്റ് വരുന്നത്. 11 175 കണ്ടോ? ക്ലിയർ ആയോ? യെസ് സാർ. അപ്പൊ എല്ലാ റോ ടോട്ടലും കറക്റ്റ് ആണോ? സപ്ലൈ കൺസ്ട്രെയിന്റും കറക്റ്റ് ആണോ? ഡിമാൻഡ് കൺസ്ട്രെയിന്റും കറക്റ്റ് ആണോ നോക്കൂ. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ് സർ. കറക്റ്റ് ആണ്. ഓക്കെ ഫൈൻ. അമൃത മനസ്സിലായോ? സർ. മനസ്സിലായി. ഓക്കെ, ഗുഡ്. ദെൻ പ്രതിഭ, പാർവതി സർ. മനസ്സിലായി. മനസ്സിലായി. നമ്മൾ 2 മെത്തേഡാണ് ഇപ്പൊ പഠിച്ചത്. ഏതൊക്കെയാണ്? നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡും ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡും. 2 മെത്തേഡുകൾ. ഇനി ഒരു മെത്തേഡും കൂടിയാണ് ഉള്ളത്. അത് കുറച്ച് വലിയൊരു മെത്തേഡാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇപ്പൊ നമ്മൾ 2 മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് നോട്ട് എ ഫൈനൽ സൊല്യൂഷൻ, ഇറ്റ്സ് ഓൺലി എ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ മാത്രമേ ആയിട്ടുള്ളൂ, ഫൈനൽ സൊല്യൂഷൻ ആയിട്ടില്ല. സോ നമ്മളിനി ഫൈനൽ സൊല്യൂഷനിലേക്ക് എത്താൻ വേറെ കടമ്പയും കൂടെ കടക്കേണ്ടതുണ്ട്. അപ്പൊ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്താനുള്ള 3 മെത്തേഡുകളാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡും ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡും. ഒരു മെത്തേഡും കൂടി ഉണ്ട്, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. അത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ എടുക്കുന്നതായിരിക്കും. ഈ 2 മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ 2 മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു ഹോംവർക്ക് ഞാൻ തരാം നിങ്ങൾക്ക്. ഈ ഹോംവർക്ക് നിങ്ങൾ എഴുതിയെടുക്കുക. ഇത് സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ഇൻ 3 മെത്തേഡ്സ് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ 2 മെത്തേഡിൽ ചെയ്താൽ മതി കേട്ടോ. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡിലും ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് പ്രകാരവും ചെയ്താൽ മതി. ഇവിടെ സപ്ലൈയും ഡിമാൻഡും തന്നിട്ടുണ്ട്. Q1 എന്ന് പറയുന്ന ഫാക്ടറിയിൽ നിന്നും D1ലേക്കും D2ലേക്കും D3ലേക്കും D4ലേക്കും 4 ഡെസ്റ്റിനേഷൻ ഉണ്ട് കേട്ടോ. 4 ഡെസ്റ്റിനേഷനിലേക്കും പോകാനുള്ള കോസ്റ്റ് ആണ് 2, 2, 2, 1. 10, 8, 5, 4 എന്നൊക്കെ പറയുന്നത് കോസ്റ്റ് ആണ് കേട്ടോ. 7, 6, 6, 8 എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. 4 എന്ന് പറയുന്നത് ഡിമാൻഡ് ആണ് കേട്ടോ. D1ന് 4 ആവശ്യമുള്ളൂ. D2ന് എത്രയാണ് ആവശ്യം? അനീഷ പറയൂ.
എന്ത് സർ? D2 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ മൊത്തം എത്രയാണ് ഡിമാൻഡ്? എത്ര ആവശ്യം? 3. 3 ആവശ്യം. D3ക്ക് Yes. 4, D4ന് ഇപ്പോൾ 4. 4. ഓക്കെ ഫൈൻ. ഓരോ എന്താണ് ഫാക്ടറിയിൽ നിന്നും സപ്ലൈ ചെയ്യാവുന്ന സപ്ലൈയും തന്നിട്ടുണ്ട് 3, 7, 5. അങ്ങനെ മൊത്തം 15 വരുന്നത്. ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നതൊക്കെ കോസ്റ്റുകളാണ്. സോ നമ്മൾ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ടേബിൾ വരയ്ക്കും. അതിന്റെ കോർണറിൽ ഈ കോസ്റ്റ് ഒക്കെ എഴുതും. 2, 2, 2, 2, 1 എന്നൊക്കെ എഴുതും. എന്നിട്ട് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് പ്രകാരം നോർത്ത് വെസ്റ്റിലെ സെല്ലിലേക്ക് ആദ്യം നമ്മൾ അലോക്കേറ്റ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളവയെ ക്യാൻസൽ ചെയ്യും. എന്നാൽ ലീസ്റ്റ് കോസ്റ്റിലാണെങ്കിൽ നമ്മൾ ഏറ്റവും കുറവുള്ള സെല്ലിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യും ആദ്യം. ചിലപ്പോൾ 2 ലീസ്റ്റ് കോസ്റ്റ് ഉണ്ടാവും. 2 ലീസ്റ്റ് കോസ്റ്റ് വരികയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സെല്ലിലേക്ക്, അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഏതെങ്കിലും ഒരു സെല്ലിലേക്ക് അലോക്കേറ്റ് ചെയ്താൽ മതി. ഓക്കെ. സോ ഈ രീതിയിൽ 2 മെത്തേഡ് പ്രകാരം ഇത് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ചെയ്തൂടെ? ജിൻഷ, ആര്യ? സർ ചെയ്യാം. ആര്യ? യെസ് സർ. ഓക്കെ ഫൈൻ. സുമേഷേ? ചെയ്യാം. ഓ ഓക്കെ. സോ ഈ 2 മെത്തേഡ് പ്രകാരം ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. 3ാമത്തെ മെത്തേഡ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വേണമെങ്കിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിലിടാം. അതിന്റെ ആൻസർ ഗ്രൂപ്പിലിടണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചു തന്നാൽ മതി. ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും നോക്കാനൊരു ടെൻഡൻസി വരും. നിങ്ങൾ എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചു തന്നാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. എല്ലാവരും ചെയ്യുമല്ലോ അല്ലേ? ഐശ്വര്യ, അഞ്ജലി? യെസ്. ഓക്കെ. ചെയ്യാം. അജിത്തെ, ജിൻഷ, ഫൈൻ. സുമേഷ്? ഓക്കെ, ഗുഡ്. രേഷ്മ? ഓക്കെ ഫൈൻ. താങ്ക് യു സോ മച്ച്. ഒരു ഞായറാഴ്ച ഇത്രയും സമയം എനിക്ക് വേണ്ടി ചെലവാക്കിയതിൽ സന്തോഷം. ഗുഡ് ബൈ. വൈഷ്ണജ, താങ്ക് യു. അക്ഷയ, താങ്ക് യു. നിങ്ങളൊക്കെ കൊറോണയുടെ സമയത്തും ഇങ്ങനെ ക്ലാസ്സുകളിലൊക്കെ ഇരുന്നുണ്ടല്ലോ അല്ലെ? ചിലർക്ക് ഞാൻ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ടാവും കൊറോണ ടൈമില്. യെസ്, അക്ഷയ. ശരിക്കും അത് ഓർമ്മ വരിക ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ. ഓക്കെ, എന്തായാലും അഞ്ജലി എന്താണ്? ഞങ്ങൾ ഇപ്പോഴും ഇരിക്കാറുണ്ട്. ഇപ്പോഴും ഇരിക്കാറുണ്ട് അല്ലേ? ഇപ്പോഴും ക്ലാസ് വെക്കാറുണ്ട്. ആരാ? എന്ത് ക്ലാസ്? വിനിത ടീച്ചർ ഓൺലൈൻ ക്ലാസ് വെക്കാറുണ്ട്. ഓക്കെ ഫൈൻ. ഇപ്പൊ എന്താ വെച്ചാല് ഈ പരീക്ഷകളും അതിന്റെ ഇടയ്ക്ക് വെക്കേഷനൊക്കെ വന്ന കാരണം സമയം കൊറോണ കാരണം ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ തുറന്നു കിട്ടിയിട്ടുണ്ടല്ലോ. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. ശരിക്കും കൊറോണ വരുത്തിയിട്ടുള്ള ഒരു മാറ്റമാണ് അത് ശരിക്കും. എന്തായാലും ഇനി എല്ലാവരും ചായ കുടിച്ചോളൂ.